ഇനി ഇത് തൂക്കാൻ വേറെ ചൂല് എടുക്കണമല്ല ശരിക്കും. അയ്യ എന്റെ മക്കൾ എന്ത് പറ്റി മക്കളാ? ഞാനിനി സ്കൂളിൽ പോകണമ്മ. അയ്യോ എന്ത് പറ്റി മക്കളെ സ്കൂളിൽ പോകാത്തത്? എന്നെ കൊണ്ടാലും ശരി ഞാനിനി സ്കൂളിൽ പോണില്ലേ. എന്റെ മക്കൾ എന്ത് പറ്റി മക്കളെ? മക്കളെ കാര്യം പറ. ആ ടീച്ചർമാരും സാറുമാരൊക്കെ എന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നത്. അയ്യോ എന്തിന്? എന്റെ അച്ഛൻ ഗൾഫിലായത് കൊണ്ട് എനിക്ക് ചോദിക്കാനും പറയാൻ ആരും ഇല്ലാത്തോണ്ടല്ലമ്മ എന്നെ എങ്ങനെയിട്ട് പീഡിപ്പിക്കണത്. മക്കളെ ചോദിക്കാനും പറയാറ് അമ്മയുടെ അവരെന്റെ അടുത്ത് പറഞ്ഞ കേട്ടില്ല. എന്റെ അമ്മ ചങ്ക് പൊട്ടി ചാവുമ്മ. ആദ്യ ടീച്ചർ എന്റെ മുഖത്തേക്ക് ചോദിക്കുക, നീയൊക്കെ എന്തിനടാ ഇങ്ങോട്ട് വന്നത്? നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ വല്ല തണുപ്പിട്ട് തെങ്ങ് കയറാൻ പിന്നെ ആ ബിന്ദു ചേച്ചി പറയണ എന്നാറിയാവോ? അമ്മ വെറും കള്ളിയാണ്, അവരുടെ വീട്ടിൽ നിന്ന് ഏതാണ്ടൊക്കെ കട്ടുകൊണ്ട് പോയെന്ന്. അല്ല അവളങ്ങനെ പറയും. അവിടെ വീട്ടിൽ നിന്ന് ഒരു ചെടി മുറിച്ച് വീട്ടിൽ കൊണ്ടുവന്നാണ് അവളിങ്ങനെ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നടക്കണത്. കൊലച്ചു നിൽക്കണ ഏത്തവാഴ എന്നാണമ്മ ചെടിയായത്. അവരുടെ വീട്ടിൽ നിന്ന് കൊല അങ്ങനെ കൊണ്ടുവന്ന് വച്ചേച്ച് ഇവിടെ നിന്ന് ന്യായീകരിക്കണ്ടതല്ല. അത് ശരി. അപ്പൊ നീ അനാവശ്യം പറയാനാടാ? ഇവിടെ നിന്റെ അച്ഛൻ നിന്നെ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് നാട്ടുകാർ ആവശ്യം പറയാനാണ്. നീ എന്നെ പറ്റി എന്താ വിചാരിച്ചത്? എന്റെ ബോട്ടിൽ നൊസ്റ്റാൾജിയ. പണ്ട് ഈ പഴയ ടേപ്പ് റെക്കോർഡുണ്ടായിരുന്നപ്പോഴേ ഈ കാസറ്റ് കുരുങ്ങുന്ന ശബ്ദം അന്ന് കേട്ടത്. ഇപ്പൊ ഒന്നോടെ കേട്ട് അടിപൊളി. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ അച്ഛൻ ഞാനോട് കഷ്ടപ്പെട്ടതിന് വളർത്തി ഈ വീട്ടിൽ കിടന്നത് നീ എന്നെ അനുസരിക്കാതെ പഠിക്കാതെ സ്കൂളിൽ പോകാൻ ഇവിടെ അമ്മ കാര്യമായിട്ടൊരു കാര്യം പറയട്ടെ. പറ. നമ്മുടെ അച്ഛൻ ഗൾഫിൽ പോയിട്ട് എത്ര വർഷമായി? 7 വർഷം. അതിനുശേഷം ഇതേവരെ വിളിക്കുകയോ വരുവോ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്താ വരാത്തെന്നറിയാമോ? ഈ അലപ്പ് കാരണമാണ് അച്ഛൻ ഇങ്ങോട്ട് വരാത്തത്. നീ ഇവിടെ വാ. അടുത്ത് വന്നേര്. മോൻ നല്ലപോലെ പഠിക്കണം. പഠിക്കാൻ വേണ്ടിയിട്ട് ഈ അമ്മ ഓൺലൈനിൽ നിന്ന് വിനയൻ എന്ന് പറയുന്ന ഒരു മാഷിനെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. സാറിപ്പോ വരും. മോനൊരു കാര്യം ചെയ്യ്, മോനകത്ത് പോയി കുളിച്ച് ഫ്രഷായി പെട്ടെന്ന് വാ. നാടായാലൊരു സ്കൂള് വേണം, സ്കൂളിൽ പിള്ളാരും വേണം, പിള്ളാരുടെ ഉള്ളു തുറക്കാൻ മാഷും വേണം. കേട്ടോ സ്നേഹിതരെ? ചൂട് ചായ. ഓക്കേ. എല്ലാത്തിനും ഇങ്ങനെ കരയുന്നത്? ഈ ശബ്ദം കേൾക്കുമ്പോ എനിക്ക് അവളെ ഓർമ്മ വരുന്നുണ്ട്. എവളെ ഓർമ്മ വരുന്നു? ഇതേ ശബ്ദത്തിൽ മുക്കറിയിട്ട് കാടുവെള്ളം കുടിച്ച് എന്റെ എരുമയെ സത്യം ചത്തുപോയി. ഈ ചായ കുടിച്ചിട്ടാണോ ചത്തു? കാടുവെള്ളം കുടിച്ച് ചത്തുപോയി. ചായ എനിക്ക് വേണ്ട, അവിടെ എന്റെ മോനെ നല്ലപോലെ ഒന്ന് പഠിപ്പിക്കണം. തീർച്ചയായിട്ടും ഞാൻ വിദ്യാർത്ഥികളെ നല്ല അടിപൊളിയായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം നന്നായിട്ട് പഠിക്കുക തന്നെ ചെയ്യും. അല്ല എന്റെ മോൻ പഠിച്ചില്ലെങ്കില് പ്രാഗും. മണ്ണ് നുള്ളിയിട്ട് ഞാൻ പ്രാഗിക്കഴിഞ്ഞ 1.5 പ്രാഗാണ്. മുച്ചൂട് മുടിഞ്ഞ് പോണേന്ന് പറഞ്ഞോണ്ട് പ്രാഗും. എന്റെ പ്രാഗ് കേട്ട പിന്നെ പഠിക്കാത്ത ഒറ്റ ചെറുക്കന്മാരില്ല, എല്ലാവരും നന്നായിട്ട് പഠിക്കും. പക്ഷേ അല്ല സംഭവം ഞാൻ PSC കോച്ചിങ് എടുത്തോണ്ടിരുന്ന ആളാണ്. ഞാൻ PSCക്ക് പഠിപ്പിച്ച് എല്ലാവരും ജയിച്ച് പോയപ്പോഴത്തേക്ക് അവർക്ക് ജോലി കിട്ടി. പഠിപ്പിച്ച് എനിക്ക് ഇതുവരെ ജോലി കിട്ടിയില്ല. അതിന്റെ ഈഗോയ്ക്കാണ് ഞാനിപ്പോ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് ട്യൂഷൻ സെന്ററിന്റെ കാര്യമായിട്ട് ഇറങ്ങി തിരിച്ചു. അപ്പൊ എന്റെ മോനെ നല്ലപോലെ പഠിപ്പിക്കാം. കുളിച്ച് ഫ്രഷ് ആയിട്ട് പോയി വരും. എനിക്ക് അടുക്കളയിൽ ഇച്ചിരി ജോലിയൊക്കെ ഉണ്ട്. മീൻ വെട്ടണം, അതുപോലെ അരയ്ക്കണം, അതുപോലെ തന്നെ ഈ കറിക്ക് വെട്ടണം. അങ്ങനെ സംഭവം ഇങ്ങനെ അല്ല, ഞാൻ എന്തെങ്കിലും ഡയലോഗ് അടിച്ചു കഴിഞ്ഞാലേ ഈ ആക്ഷൻ കാണിക്കും. അപ്പൊ ആക്ഷൻ കോമഡിയാണ്. പിന്നെ എന്റെ മോൻ പഠിക്കാൻ ഇച്ചിരി പുറകോട്ടാണെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ഇത്തിരി മുമ്പോട്ടാ. പിന്നെ എന്റെ മോനെ ഞാൻ പ്രസവിച്ച് അങ്ങ് ഇട്ട ശേഷം എന്റെ ഭർത്താവെ ഗൾഫിലോട്ട് പോയി. പിന്നെ എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. എന്റെ മോനെ നല്ലപോലെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കും. എന്നിട്ട് മാസം തോറും മാഷിന് ഞാൻ 500 രൂപ ശമ്പളം തരും. അതെ, അതെന്ത്? അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞേച്ചാ മതി. ഞാൻ ഒരു മാസം 10,000 രൂപ മേടിക്കുന്ന ആളാണ്. എനിക്ക് 500 രൂപ അങ്ങനെ ഒതുക്കാനുള്ള പരിപാടി മാത്രം നടക്കത്തില്ല. അത് ഞാൻ സമ്മതിക്കത്തില്ല. അല്ല മാഷി കുളിച്ച് ഫ്രഷ് ആയിട്ട് കുളിച്ചിട്ട് വരാം.
തന്നെ വാ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ആദ്യത്തെ മര്യാദയുള്ള കുട്ടി തന്നെയാണ്. ആദ്യമായതുകൊണ്ടാണ് ഇത്രയും മര്യാദ. അവസാനമായി കഴിഞ്ഞാൽ യാതൊരു മര്യാദ എന്റെ അടുത്തും പ്രതീക്ഷിക്കണ്ട. മോനെ പഠിപ്പിക്കാൻ വന്ന അധ്യാപകനാണ് ഞാൻ. ഓ, എന്റെ പേര് വിനയ് ചന്ദ്രൻ. ആയിക്കോട്ടെ. അപ്പൊ നമ്മള് പഠിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ. മോനെ, നമ്മള് പഠിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അത് കുറച്ച് മോശമായിട്ടുള്ള ഒരു കാര്യമല്ലേ? സോറി സാർ. പക്ഷെ പഠിപ്പിക്കല്ലേ. ഓ, ഇത് കഴിഞ്ഞിട്ട് ടൈം തരാൻ മോനത് ചെയ്താൽ മതി കേട്ടോ. ഓക്കേ. അപ്പോ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോ അഭ്യാസം ഇറക്കുവാണോ? ഞാൻ പറഞ്ഞില്ലേ, പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കണം. ഫോൺ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഓ, ശരി ശരി. അപ്പോ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഐഫോൺ. ഐഫോൺ അല്ല, മൈ ഫോൺ. മൈ ഫോൺ. എന്റെ അച്ഛൻ കൊണ്ടു തന്ന എന്റെ മൈ ഫോൺ. മോനെ, ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ ഫോൺ എപ്പോഴും നിരന്തരമായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിനകത്തേക്ക് ടോയ്ഫൈൻ എന്ന് പറയുന്ന ഒരു ഇത് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അത് വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള മാറ്റങ്ങൾ വരാൻ നേരത്ത് എനിക്ക് അങ്ങ് ഭ്രാന്ത് കയറും. ആ ഭ്രാന്ത് കയറി കഴിയാൻ നേരത്ത് പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്? പോട്ടാ പൊക്കോ. മാഷിനിപ്പോ ദേഷ്യം വന്നു മോനൊരു തെറ്റ് കാണിച്ചപ്പോ. അപ്പൊ മാഷ് ആ കോപത്തെ നിയന്ത്രിച്ച രീതി കണ്ടോ? മാഷ് തണുത്തില്ലേ? അതുപോലെ തന്നെ എന്ത് കോപം വന്നാലും മാഷ് നിയന്ത്രിക്കും. വായുകോപം വന്നാലാ വിട്ടുകളയാം, പക്ഷേ സാറ് താങ്ങത്തില്ല. ചോദ്യം വിട്ടുകളയാനായിട്ടാ ഞാൻ പറഞ്ഞത്. ഇരിക്കെ. അപ്പോ നമ്മള് പഠിക്കാനായിട്ട് പോകുന്നത് കെമിസ്ട്രിയാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ വന്നല്ലേ ഉള്ളൂ. ആദ്യം നമ്മൾ തമ്മിലുള്ള കെമിസ്ട്രി ഒന്ന് വർക്കൗട്ട് ആവട്ടെ. വർക്കൗട്ടായ കെമിസ്ട്രി. മോനെ, പീരിയോഡിക് ടേബിളിനെ കുറിച്ച് അറിയാവോ? പീരിയോഡിക് ടേബിളിനെ പറ്റി അറിയില്ല. ഡൈനിങ് ടേബിളിനെ പറ്റി അറിയാം. ഇന്ന് തിന്നുന്ന കാര്യത്തെ കുറിച്ച് മാത്രമല്ല മാഷ് പറഞ്ഞത്. പീരിയോഡിക് ടേബിൾ എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ മൂലകങ്ങളെ കുറിച്ചാണ് നമ്മൾ അതിനകത്ത് പഠിക്കുന്നത്. മൂലകങ്ങളുടെ പ്രതീകങ്ങൾ അടുത്തടുത്തായി എഴുതുക. എങ്ങനെ? മൂലകങ്ങളുടെ പ്രതീകങ്ങൾ അടുത്തടുത്തായി എഴുതുക. മൂലകങ്ങളുടെ പ്രതീകങ്ങൾ അടുത്തടുത്തായി എഴുതുക. മൂലകങ്ങളുടെ പ്രതീകങ്ങൾ അടുത്തടുത്തായി എഴുതുക. അടുത്തടുത്ത് എഴുതി വെച്ചിട്ടില്ലേ? മൂലകങ്ങളുടെ പ്രതീകങ്ങൾ അടുത്തടുത്തായി എഴുതണം. എഴുതി വെക്കണം. മാഷേ, എന്റെ മോനെ ചെറുതായിട്ട് വഴക്ക് പറഞ്ഞാ മതി, അല്ലാതെ ഇങ്ങനെ അടിക്കുന്നു. ചെറുതിലെ എന്റെ മോനെ 2 പ്രാവശ്യമൊന്നും അടിച്ചിട്ടൊന്നും ഇല്ല. വേണമെങ്കിലേ ഈ വടിയെടുത്ത് ചെറുതായിട്ടൊന്ന് അടിച്ചാ മതി. വടി? സ്കൂളുകളിൽ നിന്ന് എന്ന് ഈ വടി ഒഴിവാകിയോ അന്ന് മുതൽ അടിതെറ്റിയ ഒരു സമൂഹമാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ വടി ഞാൻ ഉപയോഗിക്കാറില്ല. വടി കൊണ്ട് നമ്മൾ പിള്ളേരെ തല്ലാൻ ഒരിക്കലും പാടില്ല. അതുകൊണ്ട് ഞാൻ അല്ലാത്ത രീതി പഠിപ്പിച്ചോളാം. പോട്ടാ. അപ്പോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സസ്യങ്ങളെ കുറിച്ച്. സസ്യങ്ങൾ അതിന്റെ ഇലയിൽ വെച്ചാണ് ആഹാരങ്ങൾ പാചകം ചെയ്യുന്നത്. ചുമ്മാ വിവരക്കേട് പറയല്ലേ. ഏതെങ്കിലും സസ്യം ചമ്മന്തി അരക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആദ്യം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നു, എന്നിട്ട് നമ്മളത് സസ്യങ്ങളുടെ ഇലയിൽ വിളമ്പുന്നു, കഴിക്കുന്നു. അതാണ് ശരി. വിവരക്കേട് പറയരുത്. വടിയെടുത്തടിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അല്ലാതെയുള്ള ചെറിയ ചെറിയ ശിക്ഷണ രീതിയൊക്കെ എനിക്കുണ്ട്. സസ്യങ്ങൾ എവിടെ വെച്ചിട്ടാണ് ആഹാരം പാചകം ചെയ്യുന്നത്? ഏത് ഹോട്ടലിൽ? അച്ഛൻ കൊണ്ട് വെച്ചേക്കുന്ന പിന്നെ ഞാൻ ചെയ്യുന്നത് എനിക്ക്
അയ്യോ പക്ഷേ വേണ്ട 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 എന്റെ മോനെ ഇത്ര ഉയരങ്ങളിൽ നിർത്തണ്ട, താഴെ ഒന്ന് ഇറക്കി നിർത്തി. താഴെ ഇറക്കാൻ പറ്റൂല. അതെന്ത്? ഞാനിപ്പോ വേറെ മൂടില്ല. ഇതുകൊണ്ട് ഞാൻ ഇവനെ പൊട്ടിക്കും. അയ്യോ മോനെ വടി ഓടിച്ചളഞ്ഞല്ലേ മാഷ്, ഇത് കളിത്തോക്കാണ്, പൊട്ടൂല. ആര് പറഞ്ഞത് കളിത്തോക്കാണ്? ഇത് കളിത്തോക്ക് പൊട്ടൂല, വടി ഓടിച്ചളഞ്ഞില്ല. സാറന്ന് സംശയം ഉണ്ടല്ലേ? സംശയമുണ്ട്. കളിത്തോക്കല്ല, പൊട്ടിച്ചു കളയ. അയ്യോ പൊട്ടിക്കല് പൊട്ടിക്കല്. എനിക്ക് ഒറ്റ മോനാണ്, 10 മാസം ചുമന്ന് പ്രസവിച്ചവരാണത്. അമ്മ എന്തോ എല്ലാ അമ്മമാരും പറയുന്ന ഒരു വാക്കാണ്, 10 മാസം ചുമന്ന ഒരു കുഞ്ഞിന് ജന്മം നൽകി. ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് അവസാനമായി പറയുന്ന ഒരാളായിരിക്കും 10 മാസം ചുമന്ന് മക്കളെ ഞാൻ പ്രസവിച്ചു വന്നു. ഇനി അത് പറയാൻ നീ ഇല്ല, നിന്റെ ഞാൻ പൊട്ടിക്കാൻ ഇല്ല. അതിനു മുമ്പാട്ട് എന്തെങ്കിലും പറയാനുണ്ടാണ് അതിനൊക്കെ? അമ്മ പറയണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ പൊട്ടിക്കും. അമ്മ ഓൺലൈനിൽ ഓർഡർ ചെയ്ത ഒരു മാഷിനെ നമുക്ക് കിട്ടിയത് മതിച്ച ഒരു പ്രാന്തനെ. ഇതിനെ വല്ലയിടത്തും സോറി എന്റെ മിസ്റ്റേക്ക് ആണ്, ഞാൻ കീഴടങ്ങി. ഇവിടെ അടുക്കള എവിടെയാണ്? അടുക്കള ആ ഭാഗത്താണ്. ദീപാവലി അല്ലേ വരുന്നത്? അതെ. വരൂ, നമുക്കൊരു ഗ്യാസ് ഊറ്റി എടുത്ത് ഗുണ്ട് പൊട്ടിച്ച് കളിക്കാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.